السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، وارحمنا إنك أنت أرحم الراحمين. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى أن تجمعنا في جناتك الفردوس مع الأنبياء والصالحين والشهداء، كما جمعتنا في هذا المسجد المبارك. اللهم آمين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ അവ ഉൾക്കൊള്ളാനുമൊക്കെയുള്ള ഉത്കടമായ ആഗ്രഹത്തോടു കൂടിയാണ് നാം ഈ സദസ്സിലിരിക്കുന്നത്. ഈ സദസ്സിനൊരു സവിശേഷതയുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. വളരെ യാദൃച്ഛികമാകാം നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്. ഇതൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. യാദൃച്ഛികത അല്ല, ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും അത് നമുക്ക് വലിയ ഖൈറായിരിക്കും. ഒരു വിശ്വാസിയുടെ കരുത്ത് അതാണ്. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് يقرؤون القرآن ويتدارسونه إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة. അല്ലാഹുവിൻ്റെ ഖുർആനിനെ പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം തിരുമേനിയുടെ നാവിലൂടെ വന്നു. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അള്ളാഹു അവർക്ക് സക്കീനത്ത്, സമാധാനം ഇറക്കി കൊടുക്കാതിരിക്കുകയില്ല. മനുഷ്യൻ അലഞ്ഞു തിരിയുന്നത് അതിനു വേണ്ടിയാണ്. ഒരു മാർക്കറ്റിലും വാങ്ങാൻ കിട്ടാത്ത അമൂല്യമായ സമാധാനം.
അള്ളാഹു ആ സമാധാനം നൽകുന്ന ഒരു സദസ്സാക്കി ഇതിനെ മാറ്റുമാറാകട്ടെ. വഗശിയതുഹുമുർ റഹ്മ. സമാധാനത്തിൻ്റെ ശേഷം നമുക്ക് കിട്ടേണ്ടത് റബ്ബിൻ്റെ റഹ്മത്താണ്. റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നു, പൊതിഞ്ഞിരിക്കുന്നു. റബ്ബിൻ്റെ റഹ്മത്ത് ആവരണം ചെയ്തെങ്കിലേ റബ്ബിലേക്കുള്ള നമ്മുടെ മടക്കം സമാധാനപൂർണമായ മടക്കമാകൂ. മഹാനായ നബി തങ്ങൾ അത് ഓർമ്മിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഓർമ്മിപ്പിച്ചു. നബി തിരുമേനി പറഞ്ഞു, നിങ്ങളാരും നിങ്ങളുടെ അമല് കൊണ്ട് സ്വർഗത്തിലെത്തൂല. ആരും. സഹാബത്ത് തിരിച്ചു ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് പോലും എത്തൂലേ അമല് കൊണ്ട്? തിരുമേനി പറഞ്ഞു, ഇല്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ. ആ റഹ്മത്താണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകൾ ഈ സദസ്സിനെ കവർ ചെയ്തിരിക്കുന്നു, പൊതിഞ്ഞിരിക്കുന്നു. മലക്കുകളുടെ വലിയ പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം നമുക്ക് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാത്ത അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടികളാണ് മലക്കുകൾ. എന്താണോ അല്ലാഹു കൽപ്പിക്കുന്നത് അത് ചെയ്യാനേ അവർക്കറിയൂ. അവർ ഇബാദും മുക്രമൂനാണ്. ഇബാദും മുക്രമൂൻ, ബഹുമാന്യരായ അടിമകളാണവർ. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിച്ചതിനെ ധിക്കരിക്കാനോ സാധ്യമല്ല അവർക്ക്. എന്താണോ അല്ലാഹു കൽപ്പിച്ചത് ചെയ്യാനേ ആവൂ. അല്ലാഹു ഇന്ന് കൽപ്പിച്ചിട്ടുള്ളത് അവരോട് ഈ സദസ്സിന് ചുറ്റുമിരിക്കാനാണ്. ഈ സദസ്സിൽ വരുന്നവരെക്കുറിച്ച് രേഖപ്പെടുത്തുവാനാണ്. ഇവിടെ നടക്കുന്ന വർത്തമാനങ്ങൾ മാത്രമല്ല, നമ്മുടെ ചിന്തകൾ പോലും അറിയുന്ന റബ്ബ്, അലീമുൻ ബിദാത്തി സുദൂറായ റബ്ബ്, നമ്മുടെ മനസ്സിൻ്റെ മടക്കുകളിൽ നാം സൂക്ഷിച്ചു വച്ച രഹസ്യങ്ങളെപ്പോലും അറിയുന്ന റബ്ബ്, ആ റബ്ബ് നമ്മളെ നോക്കുന്നു എന്ന ബോധത്തോടുകൂടിയായിരിക്കണം നമ്മളിവിടെ ഇരിക്കേണ്ടത്. ആ റബ്ബ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ നെയ്യത്തിനെ എല്ലാവരും ശരിയാക്കണം. എന്തിനെവിടെ ഇരിക്കുന്നു എന്ന ചോദ്യത്തിനൊരു ഉത്തരമേ ഉള്ളൂ. അത് റബ്ബിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ആ മടക്കം സന്തോഷത്തോടു കൂടിയുള്ള മടക്കമാകണം. റബ്ബ് നമ്മളെ സ്വീകരിക്കാനിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. സഹോദരങ്ങളെ, ഈ ദുനിയാവ് എത്ര നിസ്സാരമാണ് എന്ന് നമ്മളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവിലെ സന്തോഷങ്ങളിലാണ് നമ്മളൊക്കെ ഉള്ളത്. ആ സന്തോഷങ്ങൾ എത്ര നൈമിഷികമാണ് എന്ന് നമ്മളാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ സാന്ദർഭികമായി ഒരു രംഗം ഓർക്കുകയാണ്. 2022 ഖത്തറിൽ ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഒരു മത്സരം കാണാൻ വേണ്ടി ഞാനും ഇരുന്നു. എന്നെ എൻ്റെ മകൻ നിർബന്ധിച്ചിരുത്തിയതാണ്. അവനിഷ്ടപ്പെടുന്ന ഒരു ടീം അന്ന് കളിക്കുന്നുണ്ട്. ടീമിൻ്റെ പേരൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. ജയിക്കുമെന്ന് ഉറപ്പുള്ള ടീം. ആ ടീം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പേര്, അതുകൊണ്ട് ഞാൻ പറയണ്ടെന്ന് വെച്ചു. ആ ടീം വളരെ പൊരുതി കളിച്ചു. എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് ഒരു പൊരുതലുമില്ലാതെ ഞങ്ങളുടെ ടീം ജയിക്കുമെന്നാണ്. പക്ഷേ
വളരെ പൊരുതി കളിച്ചു, ഒരു ഗോളടിച്ചു ആ ടീം. സന്തോഷം കൊണ്ട് ജനങ്ങളൊക്കെ ഇളകി മറിഞ്ഞു, കാരണം എല്ലാവരും അവരുടെ കൂടെയായിരുന്നു. പക്ഷേ ഏറെ താമസിച്ചില്ല, ആ ഗോൾ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ടീം തിരിച്ചടിച്ചു. അവസാനം സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, കളി കഴിഞ്ഞപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ 4-3 ദുർബലം എന്ന് ജനങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആ ടീം ജയിക്കുകയും ശക്തവാന്മാരെന്ന് വിചാരിച്ചിരുന്ന ടീം പരാജയപ്പെടുകയും ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടീം ഏതാണ്. ഇനിയാണ് സംഭവം. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പരാജയപ്പെട്ട ടീമിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹം ആദ്യത്തെ ഗോളടിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, തുള്ളിക്കളിക്കുകയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ കളിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അദ്ദേഹം വിങ്ങിപ്പൊട്ടി കരയുന്നത് ഞാൻ കണ്ടു. എല്ലാവരും മൗനമായി. ചാടിക്കളിക്കാൻ ആളുകളില്ലാതെ വന്നു. ഞാനിത് പറഞ്ഞത് കളിയെക്കുറിച്ച് പറയാനല്ല, ഇതാണ് ജീവിതം എന്ന് പറയാനാണ്. ജീവിതം അങ്ങനെയാണ്. ഒരു ഫുട്ബോൾ കളി പോലെയാണ് ഈ ദുനിയാവിലെ ജീവിതം. അത്രേ കരുതേണ്ടതുള്ളൂ. അതിലെ സന്തോഷം അല്ലെങ്കിൽ സങ്കടമായാലും ഏത് സമയത്തും മാറി മറിയും. അള്ളാഹു പറയട്ടെ, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു. തീർച്ചയായും ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അത് കളിയാണ്, അത് തമാശയാണ്. വല്ലാത്ത വാക്കല്ലേ. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ പെരുമ നടിക്കലാണ്, അന്തസ്സ് പറയലാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളും സമ്പത്തുമൊക്കെ ധാരാളമുണ്ട് എന്ന് പറഞ്ഞ് പെരുമ നടിക്കലാണ്. ഇതാണ് ദുനിയാവിലെ ജീവിതം. ഈ ദുനിയാവിലെ ജീവിതം നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. ഇവിടെ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, കരച്ചിലുണ്ട്, ചിരിയുണ്ട്. അള്ളാഹുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക, വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക. നിശ്ചയമായും അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നത്, അവൻ തന്നെയാണ് ചിരിപ്പിക്കുന്നത്. മഹാനായ ഇക്രിമ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ലൈസ അഹദുൻ ഇല്ലാ വഹുവ യഫ്റഹു വയഹ്സൻ. ഈ ലോകത്ത് ജീവിക്കുന്ന ആരും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യാത്ത ആരുമില്ല. വലാകിൻ ഇജ്അലുൽ ഫറഹ ശുക്രൻ വൽ ഹുസ്ന സബ്റ. നമ്മൾ അധ്വാനിക്കേണ്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ സന്തോഷങ്ങൾ ശുക്റായി മാറ്റണം. നമുക്ക് സന്തോഷം തന്നത് ശുക്റിന് വേണ്ടിയാണ്, നമുക്ക് ദുഃഖം തന്നത് സബറിന് വേണ്ടിയാണ്. നമ്മുടെ സന്തോഷം ശുക്റുകളാകണം, ശുക്റുകളാകണം. ശുക്ർ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. ആ പദം അറബ് നാടിൽ ജീവിക്കുന്ന നിങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന പദമാണ്. മലയാളത്തിൽ നമുക്ക് ആ പദം അത്ര വലിയ പരിചയമൊന്നുമില്ല, നമ്മളാരോടും അത് പറയാറില്ല. അറബ് നാടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ശുക്ർ അറിയാം. ശുക്ർ എന്ന് പറയുന്നത് കേവലം പദമല്ല, അതൊരു വല്ലാത്ത ഹൃദയവികാരമാണ്. ഹൃദയവികാരം. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇന്നലെ വേറൊരു പള്ളിയിലിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാചകം എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറിയാതെ വന്ന ഒരു ശുക്രിൻ്റെ വാചകമായിരുന്നു. ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ച, ഇതിനുവേണ്ടി സൗകര്യം ചെയ്ത ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോട് എനിക്ക് വല്ലാത്ത
ഗ്രാറ്റിറ്റ്യൂഡ് അനുഭവപ്പെട്ടു. നമുക്കൊക്കെ തോന്നണം. നമ്മളാലോചിച്ച് നോക്കൂ, നമ്മളൊരു അന്യരാജ്യ ജീവികളാണ്. നമ്മളിവിടെ വന്നത് നമ്മുടെ മഈശത്ത് തേടിയാണ്, അല്ലേ? എന്തൊക്കെ സൗകര്യങ്ങളാണ് അള്ളാഹു നമുക്കിവിടെ ഒരുക്കി തന്നത്. നിങ്ങളാലോചിച്ച് നോക്കൂ. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സമ്പന്നരായവരാണ്. ദാരിദ്ര്യത്തിൻ്റെ വല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. നമ്മുടെ നാട്ടിലുള്ള പലരെയും സഹായിക്കുന്നവരാണ്. പറയണ്ടേ നമ്മൾ ശുക്ർ? പറയല്ല, ശുക്ർ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ആ ശുക്ർ കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ ഫറഹ്, നമ്മുടെ സന്തോഷം സഹോദരങ്ങളെ ആർത്തുല്ലസിക്കാനുള്ളതല്ല, ശുക്റിലേക്ക് എത്താനുള്ളതാണ്. ശുക്ർ ഉള്ളിലുണ്ടാകണം. ഖൽബ് കൊണ്ട് ശുക്ർ ഉണ്ടാകണം. ഖൽബ് കൊണ്ടുള്ള ശുക്ർ നാവിലൂടെ പുറത്തു വരണം. അൽഹംദുലില്ലാ എന്ന് എത്ര തവണ പറയാനാവുമോ അത്ര തവണ പറയണം. റബ്ബുൽ ഇസ്സത്ത് ശുക്റിന് വേണ്ടി നമുക്ക് നൽകിയ ഏറ്റവും മനോഹരമായ വാചകം, തുല്യതയില്ലാത്ത വാചകം, എല്ലാം അതിലുണ്ട്. പ്രയാസങ്ങളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ദുഃഖം തന്നത് എന്തിനാ? ദുഃഖിച്ച് ഘനീഭവിച്ചിരിക്കാനല്ല, സങ്കടപ്പെട്ട് കഴിഞ്ഞുകൂടാനല്ല. സബ്ർ എന്ന ഇബാദത്ത് ചെയ്യാനാ ശുക്ർ ഹുസ്ന് തന്നത്, ദുഃഖം തന്നത്. സബ്ർ എന്ന ഇബാദത്ത് ശുക്ർ എന്ന ഇബാദത്തിനേക്കാൾ മനോഹരമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, സന്തോഷത്തേക്കാൾ മനോഹരമാണ് ദുഃഖം. എഴുതി വെച്ചോ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഫല്യദ്ഹകൂ ഖലീലൻ വല്യബ്കൂ കസീറ. ഫല്യദ്ഹകൂ ഖലീലൻ, കുറച്ച് ചിരിച്ചാൽ മതി. വല്യബ്കൂ കസീറ, ധാരാളമായി കരഞ്ഞോളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഇങ്ങനെയാണ് സഹോദരങ്ങളെ പോകേണ്ടത്. ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ശുക്റുള്ള സബ്റുള്ള മനുഷ്യരായി മാറണം. ശുക്ർ ഖൽബിലുണ്ടാകണം, ശുക്ർ നാവിലുണ്ടാകണം, ശുക്ർ ജവാരിഹുകളിലുണ്ടാകണം. ജവാരിഹുകൾ അഥവാ നമ്മുടെ മുഴുവൻ അവയവങ്ങളിലും ശുക്റുണ്ടാകണം. മുഴുവൻ അവയവങ്ങളിൽ. ആ ശുക്ർ നമുക്ക് ആരോഗ്യം നൽകും. ആ ശുക്ർ നമുക്ക് സമ്പത്ത് നൽകും. ആ ശുക്ർ നമുക്ക് സമാധാനം നൽകും. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. അഇന്നി, എന്നെ സഹായിക്കണം റബ്ബേ, ദിക്ർ ചെയ്യാൻ, ശുക്ർ ചെയ്യാൻ, നല്ല ഇബാദത്തുകൾ ചെയ്യാൻ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നമ്മൾ ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വവും നിർവഹിച്ചു തീർക്കാതെയല്ല അദ്ദേഹം കടന്നുപോയത്. മുഴുവനും നിർവഹിച്ചു. ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽനി ലക ശക്കാറ, അല്ലാഹുമ്മ ജഅൽനി ലക ശക്കാറ. ഷക്കാർ എന്ന് പറയുന്നത് ഷാക്കിർ എന്ന വാക്കിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അല്ലാഹുവേ, എന്നെ നീ
ഷക്കാറുകളിൽ ഉൾപ്പെടുത്തണം. ധാരാളം 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 ശുക്ർ ചെയ്തതിൽ ഉൾപ്പെടുത്തണം. ആരാ പ്രാർത്ഥിച്ചത്? എന്തായിരുന്നു റസൂലുള്ളാഹിയുടെ ജീവിതം എന്ന് നമുക്കറിയാം. ആരായിരുന്നു തിരുമേനി എന്ന് നമുക്കറിയാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് യതീമായ അലം യജിദ്ക യതീമൻ ഫആവാ. നിങ്ങൾക്കറിയോ യതീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്ത അവസ്ഥ. ഉപ്പ എന്ന് വിളിക്കാൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരാളില്ല. മോനെ എന്ന് വിളിച്ച് മടിയിലിരുത്തി താലോലിക്കാൻ, കയ്യും പിടിച്ച് ആവശ്യമായ നന്മകൾ ജീവിതത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ. അറിയോ നിങ്ങൾക്കതിൻ്റെ വേദന എത്രയാണെന്ന്? അറിയണ്ടേ? അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കണം. എന്തിനാ ലക്ക ശക്കാറ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുല്ലാ ആമിന എന്ന നബിയുടെ ഉമ്മയെ വിവാഹം ചെയ്തിട്ട് 1 മാസം മാത്രമാണ് ദാമ്പത്യ ജീവിതം അനുഭവിച്ചത്. ഒരേ 1 മാസം. ഒരു കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം ഷാമിലേക്ക് പോയി. ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മദീനയിൽ അന്നത്തെ യഥ്രിബ് എന്ന പ്രദേശത്ത് അബ്ദുള്ളയുടെ അമ്മാവന്മാരുണ്ട്, ബനൂ നജ്ജാർ കുടുംബം. ഇന്നും ആ കുടുംബമുണ്ട്. മദീന നമുക്ക് വല്ലാത്തൊരു വികാരമാണല്ലോ. ആ ബനൂ നജ്ജാർ കുടുംബം ഇദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരാ. അവരുടെ അടുത്തുനിന്ന് കയറി കുറച്ച് ദിവസം അവിടെ താമസിച്ച് ഉമ്മയുടെ ആളുകളുമായി ഒന്ന് ബന്ധം പുതുക്കി പോരാമെന്ന് അബ്ദുള്ള വിചാരിച്ചു. അവിടെ എത്തിയ ദിവസം അബ്ദുള്ള ബനൂ നജ്ജാർ ഗോത്രത്തിലെ ഒരു വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അന്ന് മഹാനായ നമ്മുടെ രപിതാക്കൾ ഉമ്മയുടെ വയറ്റിലാ പ്രസവിച്ചിട്ട്. പിന്നീട് പ്രസവിച്ചു. ആറാമത്തെ വയസ്സിൽ ആ ഉമ്മ ഈ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് ഒരു പരിചാരികയുടെ കൂടെ ഉപ്പയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വല്ലാത്ത കടുപ്പമുള്ളതാണ് ആ ചരിത്രം. അത് നിങ്ങൾക്ക് കേൾക്കാനാവുമോ എന്ന് എനിക്കറിയില്ല. ഉപ്പല്ലല്ലോ, ഉപ്പയുടെ ഖബറൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുക. 1 മാസക്കാലം യാത്ര ചെയ്ത് മദീനയിലെത്തി. ഒരു മൺകൂന ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആമിന ബീവി പറയുന്നുണ്ട്, മോനെ ഇതാണ് ഉപ്പ എന്ന്. ആ പരിചാരിക നമുക്കത് വിവരിച്ചു തരുന്നു. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊലിപ്പിച്ച് ആ മൺകൂനയുടെ മുമ്പിൽ 6 വയസ്സായ കൊച്ചുമോൻ നിന്നു. കുറച്ച് ദിവസം അവിടെ താമസിച്ച് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ മദീനയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ദൂരം, ഇന്നത്തെ കണക്കനുസരിച്ച് പോരുമ്പോൾ അബവ എന്നൊരു പ്രദേശമുണ്ട്. മരുഭൂമിയിലൂടെയാണ് യാത്ര. 3 ആളുകളാണ് യാത്ര. ആമിനയും കുഞ്ഞുമോൻ മുഹമ്മദും പരിചാരികയും.
നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമിന കുട്ടിയുടെ കയ്യും പിടിച്ചാണ് നടക്കുന്നത്. പെട്ടെന്ന് ബോധം കെട്ട് വീണുപോയി. ബോധം കെട്ട് വീഴുമ്പോൾ ആമിന ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പരിചാരിക വെള്ളം കുടിഞ്ഞു നോക്കുമ്പോഴേക്ക് ആമിന വഫാത്തായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ രണ്ടാമതും യതീമായി. 6-ാമത്തെ വയസ്സിൽ രണ്ടാമതും യതീമായി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, അഷദ്ദു, ആലോചിച്ച് നോക്കൂ, ആ മരുഭൂമിയുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പരിചാരിക അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ആരുമില്ല. അവർ തന്നെ പറയുന്നു, അവസാനം ഞാനും ഈ കൊച്ചുകുട്ടിയും കൂടി ഒരു കുഴി കുത്തി. ആ കുഴിയിലേക്ക് ഈ കുഞ്ഞിൻ്റെ ഉമ്മയെ വെക്കുമ്പോൾ ആ കുഞ്ഞത് കാണാതിരിക്കാൻ ഞാൻ വല്ലാതെ ശ്രമിച്ചു. കുഞ്ഞനത് സഹിക്കാൻ കഴിയില്ലല്ലോ, പറ്റുമോ? കബറടക്കി കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് ഈ പരിചാരിക പോരുമ്പോൾ കുഞ്ഞലറി വിളിച്ച് കരയുന്നുണ്ട്, ഉമ്മനെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്. അവസാനം അവർ മക്കയിലെത്തുന്നുണ്ട്. ആ പരിചാരിക പറയുന്നുണ്ട്, എങ്ങോട്ടാ കയറി ചെല്ല, ഇറങ്ങിപ്പോകുന്ന വീടിന് ഇനി നാഥനില്ലല്ലോ. അവസാനം തൊട്ടടുത്ത വാതിലിൽ മുട്ടി. വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹം വാതിൽ തുറന്ന് ആദ്യത്തെ ചോദ്യം കുഞ്ഞിനോട് അയിന ഉമ്മുക്ക് എന്നാണ്. ആ കുഞ്ഞ് വല്ലിപ്പയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പരിചാരിക പറഞ്ഞു, അവർ മരിച്ചുപോയി. അന്ന് ഏറ്റെടുത്തതാണ് ആ വല്ലിപ്പ. ഇനിയാണ് കഥ. ആ വല്ലിപ്പക്ക് വളരെ കുറച്ച് മാസമേ ആ കുഞ്ഞിനെ നോക്കാൻ കഴിഞ്ഞുള്ളൂ. ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾക്കകം വല്ലിപ്പ രോഗിയായി. അവസാനം മരണശയ്യയിൽ പിതൃവ്യൻ അബ്ദുള്ളയുടെ സഹോദരൻ അബൂ താലിബിനെ പിടിച്ചേൽപ്പിച്ചു. അബൂ താലിബ് ആ കുഞ്ഞിനെ നന്നായി വളർത്തി. പക്ഷേ അതും നീണ്ടു നിന്നില്ല. ചരിത്രം നിങ്ങൾക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന ഒരു വർഷമുണ്ട്. അന്നാണ് നബിയുടെ താങ്ങും തണലുമായിരുന്ന, ഇടതും വലതും താങ്ങായി നിന്ന അബൂ താലിബും ഖദീജയും വഫാത്താകുന്നത്. നബി വീണ്ടും വലിയ അനാഥനായി. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ അനാഥത്വത്തിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നത്, അല്ലാഹുമ്മ ജഅൽനീ ലക ശക്കാറ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരാ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒതുങ്ങോ? നമുക്ക് ഷക്കാറുകളാകണ്ടേ? തിരിച്ചു പോകണ്ടേ അള്ളാഹുവിലേക്ക്? ഷക്കാറുകളാകണ്ടേ? ലക്കാറുകളാകണ്ടേ? സന്തോഷം അതിനു വേണ്ടിയാകണം. സന്തോഷം. സന്തോഷം വരുമ്പോൾ ഇനി നമുക്ക് ഓർമ്മ വരേണ്ടത് ശുക്ർ മാത്രമായിരിക്കും. ശുക്റിൻ്റെ സുജൂദ് ചെയ്യാത്ത ഒരു സന്തോഷം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ സദസ്സിൽ നമ്മൾ തീരുമാനിക്കണം. കാരണം ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ശുക്റുണ്ടെങ്കിൽ തീർച്ചയായും വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും.
ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഇനി ദുഃഖം എന്തിനാ? അത് സബറിന് വേണ്ടിയുള്ളതാണ്. ഒരുപക്ഷെ ഒരുപാട് ദുഃഖവുമായി ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടാവും. ഒരുപാട് സഹോദരങ്ങളുണ്ടാവും. നമ്മൾ ദുഃഖിക്കാൻ ജനിച്ചവരല്ല. നമ്മൾ ദുഃഖിക്കാൻ ജനിച്ചവരല്ല. നമ്മൾ സന്തോഷിക്കാൻ ജനിച്ചവരാ. നമ്മൾ ആരോ പറഞ്ഞ് പറ്റിച്ചതാ ദുഃഖിക്കണം. നോ. നമുക്ക് പറയാൻ സാധിക്കണം ദുഃഖത്തോട് നോ. ദുഃഖം നമുക്ക് തന്നിട്ടുള്ളത് സബറിലേക്ക് എത്താനാണ്. സബർ എന്തിനാന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് സബറുള്ള ആളുകൾ. ഇന്നല്ലാഹ യുഹിബ്ബുസ് സാബിരീൻ. സബർ എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിന് അള്ളാഹു നൽകുന്ന കരുത്തിൻ്റെ പേരാ സബർ. എവിടെയും കീഴൊതുങ്ങലല്ല സബർ. അതൊരു കരുത്താണ്, ഒരു പവർ. ആർക്കും നമ്മെ തകർക്കാൻ സാധ്യമല്ലെന്ന് അള്ളാഹു നമ്മളെ കൊണ്ട് തെളിയിപ്പിക്കുന്ന, പറയിപ്പിക്കുന്ന, അംഗീകരിപ്പിക്കുന്ന അമലിൻ്റെ പേരാണ് സബർ. അത് നിങ്ങൾ ക്ഷമ എന്നൊന്നും പറഞ്ഞ് ചെറുതാക്കരുത്. നമ്മളറിയണം സഹോദരന്മാരെ. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ഇവിടെയുള്ള ആളുകൾ പരിചയപ്പെടുന്ന ദുഃഖം നമുക്കുണ്ടാകാൻ പാടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, മരണം പോലും എന്തിനല്ല, പിന്നിലെ ബാക്കി. ജനങ്ങൾ പരിചയപ്പെടുന്ന ദുഃഖം നമുക്കില്ല ഇനി. ഇവിടെയുള്ള സകല നോവലുകളും സിനിമകളും സകല സാഹിത്യങ്ങളും നമ്മെ ദുഃഖിപ്പിക്കാൻ വേണ്ടി വന്നതാ അല്ലേ? ചില സിനിമയൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ ആൾക്കാരെ? അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ? ചില നോവലുകൾ വായിച്ച് വിങ്ങിപ്പൊട്ടുന്നവരെ കണ്ടിട്ടില്ലേ? നമ്മൾ ബിലാൽ റളിയല്ലാഹുവിന്റെ ബിലാലിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മളൊക്കെ കണ്ണീരൊലിപ്പിച്ചിട്ടില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് കേൾക്കുമ്പോ കണ്ണീരൊലിപ്പിക്കുന്ന നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അതിക്രൂരമായി മുശ്രിക്കുകൾ മർദ്ദിച്ചപ്പോ എപ്പോഴെങ്കിലും കരഞ്ഞോ? ഒരു ബിലാൽ മാത്രമല്ല, അമ്മാറിന്റെ കഥ നമുക്കറിയാം, സുമയ്യ ബീവിയുടെ കഥ അറിയാം. ആരെങ്കിലും കരഞ്ഞത് നിങ്ങൾ വായിച്ചോ? എവിടെയെങ്കിലും വായിച്ചോ? നമ്മൾ കരയണം. കരയേണ്ടത് ഭൗതിക ജീവിതത്തിലെ കേവല സങ്കടങ്ങളുടെ പേരിലല്ല, പ്രതീക്ഷിച്ച എന്തെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ല, നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിലല്ല. അതൊന്നും കരയാനുള്ളതല്ല, അത് സബറിനുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ് ലഅല്ലകും തുഫ്ലിഹൂൻ. ഇസ്ബിറൂ പോരാ, വസാബിറൂ, ക്ഷമയിൽ മികവ് കാണിക്കണം. സാധാരണ സബർ പോലെ നമുക്ക്. അപ്പോൾ മുസാബറത്ത് ഒരു വല്ലാത്ത വികാരമാണ്. അതുണ്ടാകാൻ അള്ളാഹു ചിലപ്പോൾ രോഗം തരും. അത് കരയാനുള്ളതല്ല. ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി തരും, കരയാനുള്ളതല്ല. അതല്ല അള്ളാഹു പഠിപ്പിച്ചത്. ആണോ? അല്ലേ? ആണല്ലോ. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അടുത്തെന്താ? അടുത്ത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം. ബഷീർ എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖിക്കുന്ന ദുഃഖല്ല. എവിടെ ദുഃഖല്ല? ഭയം വന്നാൽ ദുഃഖമില്ല, മക്കൾ മരിച്ചാൽ ദുഃഖമില്ല, പട്ടിണി കിടന്നാൽ ദുഃഖമില്ല, രോഗം വന്നാൽ ദുഃഖമില്ല, കച്ചവടം നഷ്ടം വന്നാൽ ദുഃഖമില്ല, കൃഷി നശിച്ചാൽ ദുഃഖമില്ല. ഇതൊക്കെ പറഞ്ഞു. മാറ്റണ്ടേ ജീവിതത്തിന്റെ കൺസെപ്റ്റൊക്കെ? ആരെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച്?
നമ്മൾ ആരാ? വബശ്ശിരി സാബിരീൻ. ആ സബ്ർ നമ്മളുടെ ഉള്ളിൽ ഒരു കരുത്തായി വന്നാൽ നമ്മൾ ആരാകുമെന്നോ നമ്മൾ പറയും, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ. നമ്മളിപ്പോ മുസീബത്ത് വന്നാൽ എന്താ പറയുക? ഒന്ന് ആലോചിച്ചു, എന്താ പറയുക? അയ്യോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ജോലി പോയി, കച്ചവടം നഷ്ടമായി, മക്കൾ മരിച്ചു, എൻ്റെ പ്രതീക്ഷയായിരുന്നു എൻ്റെ മകൻ പോയി, അവൻ്റെ വിദ്യാഭ്യാസം മോശമായി. ഇതൊക്കെയല്ലേ പറയാം? ആര് പറഞ്ഞടാ ഇത് പറയാൻ? ആര് പറഞ്ഞു? ആരാ പഠിപ്പിച്ചത് ഇത്? നിങ്ങൾക്കറിയാം, നമ്മൾ ദുഃഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ശൈത്താൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ആ ശൈത്താന് നമ്മൾ വശംവദാകുകയാണ്. വബശ്ശിരി സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. എന്ത് പുതുമ! എന്റെ ശരീരത്തിലൊരു മാരകമായ വൈറസ്, അതാലോചിച്ച് ഞാൻ ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല. ഞാനൊരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല, എൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, എന്തിനാണിത്? എനിക്കൊരു വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ്. ഖുർആനിൻ്റെ അകംപൊരുൾ എന്ന് പറഞ്ഞ് ഖുർആൻ്റെ ഉള്ളിലേക്ക് ചെന്ന് എന്താണ് ഖുർആനിലെ അധ്യായങ്ങളിലുള്ളത് എന്ന് പറയണം എന്ന് ഞാൻ റബ്ബിനോടൊരു കാര്യം ചോദിച്ചോളൂ. അതിനുള്ള ആരോഗ്യവും ആയുസ്സും ഇൽമും തദബ്ബറും എനിക്ക് തരണം. ഖുർആൻ ഷിഫയാണ് കൂട്ടരെ. ഖുർആനെ പോലെ ഷിഫ വേറൊന്നിലുമില്ല. നമ്മളാരാ നമുക്ക് മനസ്സിലാകാത്താണ് നമ്മുടെ പ്രശ്നം. ഇത് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പോകേണ്ടത് അങ്ങോട്ടല്ലേ? എന്തിനാ പേടിക്കണേ? എങ്ങടാ പോണേ? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, സുരക്ഷിതത്വമുള്ള ഒരു വരുമാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപോകട്ടെ. ഉണ്ടോ? ഇപ്പം നമ്മളെന്താ പോകാത്ത? അവിടെ പോയി ഒരു മാസം കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടിയിരുന്നു വിചാരിച്ചല്ലേ? അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാനുള്ളതുണ്ടല്ലേ? കടന്നുറങ്ങാൻ വീടില്ലാത്തത് കൊണ്ടല്ലേ? ഇതൊക്കെ ഉള്ള ഒരുത്തൻ, ഇതൊക്കെ സെക്യൂറായ ഒരുത്തൻ നാട്ടിലേക്ക് പോകാൻ ഭയമുണ്ടോ? ഉണ്ടോ? ആ നാടാണ് കൂട്ടരെ അത്. തറവാട്ടിലേക്കുള്ള തിരിച്ചുപോക്കാണ് മടക്കം എന്ന് പറഞ്ഞാൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്ക്. നമ്മൾ ഇത് വരണം ഹൃദയത്തിൽ. ഇത് വാക്കല്ല, ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഉള്ളിലുണ്ടായാൽ ഒരു അത്ഭുതം സംഭവിക്കും. ആ സംഭവമാണ് അടുത്ത വാചകം. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. യാ സലാം. സ്വലവാതുൻ, സ്വലാത്തല്ല, സ്വലവാതുൻ പ്ലൂരല, ബഹുവചന. എന്തൊക്കെ രക്ഷ നിങ്ങൾക്ക് വേണോ അതൊക്കെ റബ്ബിൽ നിന്ന് കിട്ടും. പക്ഷെ ഇവിടേക്കെത്തണം. നിങ്ങളിനി ദുഃഖത്തിൻ്റെ പേരിൽ, പ്രയാസത്തിൻ്റെ പേരിൽ ഇനി സങ്കടപ്പെടരുത് ആരും. ഇല്ല, നമുക്കതില്ല. ഖുർആൻ മറിച്ച് നോക്ക്. എത്ര സ്ഥലത്താണോ? 21ഓളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ ടീമാ നമ്മള്. പക്ഷെ അത് നമ്മൾ വായിക്കൂല. അത് നമ്മൾ വായിക്കാൻ നമുക്ക് അവസരമല്ല, നമ്മൾ കേൾക്കൂല. എന്താ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞു? ദുഃഖിക്കണം എന്നാ? അല്ല, ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്, പേടിക്കരുത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കൊള്ളി. ഈ അവസ്ഥയിലേക്ക് എത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് എന്താ അറിയോ? ഈ അവസ്ഥയിൽ നമ്മൾ എത്തിയാൽ
യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ. ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സ്ഥൈര്യം നൽകും, ധൈര്യം നൽകും. ഒരു സംശയവും വേണ്ട. ദുനിയാവിൽ മാത്രമല്ല, വഫിൽ ആഖിറ, അവിടെയും. ഇനി എന്താ നമ്മളെ പ്രശ്നം? നമ്മളൊന്ന് പറയും, ഇനി എന്താ നമ്മുടെ പ്രശ്നം? സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. എല്ലാവരും ആഗ്രഹിക്കുക സഹോദരന്മാർ, എല്ലാവരും ആഗ്രഹിക്കുക. ഒരു കാര്യങ്ങൾ മനസ്സിലായിപ്പോടി, അല്ലാഹു തആല എല്ലാറ്റിനും ഒരു നിശ്ചയമുണ്ട്. അള്ളാഹ്ക്ക് ഇവിടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി നിയമമുണ്ട് റബ്ബിന്. ആ പ്രകൃതി നിയമം എന്താ അറിയോ? ഈ ഒരു ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമ്മൾ തഖ്വയുള്ളവരായി ജീവിച്ചാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ്. അല്ലാതെ ഇതെന്തല്ല, എൻ്റെ ഡ്രസ്സോ നമ്മുടെ ഡ്രസ്സോ നമ്മുടെ താടിയോ തൊപ്പിയോ ഒന്നും അല്ലേ. അത് ഈ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ തഖ്വ എവിടെയെന്നാ പറഞ്ഞത്? അശാറ ഇലാ സദ്രിഹി. എത്ര? 3 മറാത്ത്. അത്തഖ്വ ഹഹുന. പരതണുണ്ടോ നോക്കണം, പരിശോധിക്കണം. പരിശോധിക്കാൻ ഒരുപാട് ടെസ്റ്റുകൾ അല്ലാഹു നൽകും. ഉണ്ടോന്ന് ഒരുപാട് ചാൻസ് വരും. നോക്കൂ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. എവിടെ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഏത് സൂറത്തിലാണ് പറഞ്ഞത്? എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? തഖ്വ ഉണ്ടെങ്കിൽ അള്ളാഹു ഒരു സൊല്യൂഷൻ ഇങ്ങനെ തരും നമുക്ക്. എവിടെ പറഞ്ഞെന്ന് നിങ്ങൾക്ക്? സൂറത്ത് ത്വലാഖിലാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ത്വലാഖ് ആഗ്രഹിച്ച ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ത്വലാഖ് വാങ്ങി 3-ാമത്തെ ദിവസം പറഞ്ഞു വേണ്ടിയിരുന്നില്ല. അതാണ് ത്വലാഖ്. ഏറ്റവും കടുപ്പുള്ളൊരു സാധനമാണ് ത്വലാഖ് എന്ന് പറഞ്ഞാൽ. ആരെങ്കിലും അത് ചെയ്യുകയോ ചെയ്യേണ്ടി വരികയോ ചെയ്യുന്നവരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. അതുകൊണ്ടാണ് അബ്ഗദുൽ ഹലാലി അത്വലാഖ്. അതാണ് ഹലാലാണ്, പക്ഷേ അബ്ഗദാണ്, ഏറ്റവും കോപ്പുള്ളതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടറിയോ? എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയം കേടുവരും, മനസ്സ് കേടുവരും. നമ്മളങ്ങനെ കേടുവന്നൊന്നും ജീവിക്കേണ്ട ജീവിയല്ലാന്നേ. ഒരു സ്ഥലത്തല്ല, ഒരുപാട് തവണ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. മതി, വേറെ ആരും വേണ്ട. അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ പിന്നെ അള്ള മതി, വേറൊന്നും വേണ്ട. നമുക്കിത് മനസ്സിലാണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ 900 അള്ളമാരെ കുറിച്ച് അപ്പോൾ നമ്മളെ വർത്താനം അല്ല. ഞങ്ങൾ ആലോചിക്കും, എന്തൊരു മുസീബത്താണ് വന്നത് ഈ സമുദായത്തിന്. എനിക്ക് മനസ്സിലാകണ്ട എങ്ങനെ ഇവിടെ എത്തിയത്. അതെ, ദീനിൻ്റെ പേരിൽ സംസാരിക്കുന്ന മനുഷ്യന്മാർ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അള്ളാൻ്റെ സ്ഥാനത്ത് ഒരാളെ എന്തൊരു വൃത്തികേടാണ്. വല്ലാഹി ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നി ബോധം കെട്ട് വീണു പോകുമോ എന്ന്. അപ്പം അടുത്ത ദിവസം ഒരു ക്ലിപ്പ് കണ്ടു. അതിലുള്ളത് ആദ്യമൊക്കെ നമ്മളെ ശൈഖുന അള്ളാഹു സുഖാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ സുഖാക്കും എന്നാണ്. എവിടെ എത്തി നമ്മൾ ആലോചിച്ചു. നമ്മളിതിന്നൊക്കെ മാറുന്ന സമയം വരെ നമുക്ക് കിട്ടേണ്ടത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ഏത് നോക്കൂ, സയജ്അലുല്ലാഹ് ബഅദ ഉസ്രിൻ യുസ്റ. സൂറത്ത് തലാഖിലാ പറഞ്ഞത്. അള്ളാഹു ഏത് ഉസ്റിന് ശേഷം, ഉസ്ർ പറഞ്ഞാൽ ഞെരുക്കമാണ്, ഒരു യുസ്ർ ഉണ്ടാക്കും. പിടിച്ചു പോകാൻ പറ്റില്ല. നമുക്ക് മടങ്ങണം, അള്ളാഹുവിലേക്ക് പോകണം, തിരിച്ചു പോകണം. അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ തയ്യാറാകണം. അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത് സഹോദരന്മാർ. നോക്കൂ, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി അള്ളാഹുവിൻ്റെ മുമ്പിൽ സന്തോഷത്തോടുകൂടി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് സ്വലാത്ത് ഉണ്ടാക്കി തന്നത്. സ്വലാത്ത്, നമ്മൾ ഈ സ്വലാത്ത് എന്നുള്ള പദം പരിഭാഷപ്പെടുത്തി കേടുവരുത്തി.
നമസ്കാരം എന്നാക്കി. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മലയാളത്തിൽ എന്താ നമസ്കാരം എന്ന് പറഞ്ഞു? നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. സ്വലാത്ത് അതല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സിലത്തുൻ ബൈനൽ അബ്ദി വ റബ്ബി, അതാണ് സ്വലാത്ത്. സിലത്തുൻ ബൈനൽ അബ്ദി വ റബ്ബിഹി, അബ്ദിൻ്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ള കണക്ഷൻ. എന്തിനാണ് ആ കണക്ഷൻ എന്ന് പറയുന്നത്? എന്തിനാ കണക്ഷൻ? നമ്മളൊരാളിലേക്ക് പോകുമ്പോഴേ അയാളായിട്ട് നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താ? യാ സലാം, ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിച്ചു, നിങ്ങളാരെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്നായി നിൽക്കണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭൂമിയിലുള്ള നൃത്തം എന്താക്കണം? നന്നാക്കണം. നമ്മുടെ സ്വലാത്ത് നന്നായ ബാക്കിയൊക്കെ എന്താവും? നന്നാവും. ഒരു ഭയവും നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതില്ല എന്നർത്ഥം. അവിടേക്കാണ് സഹോദരന്മാരെ നമുക്ക് എത്താൻ സാധിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകുമാറാകട്ടെ, ഉണർച്ച നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ദുനിയാവിൽ അത്യാവശ്യം ജീവിക്കാനുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു നല്ല ജോലിയുണ്ട്, നല്ല കുടുംബമുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മടങ്ങിപ്പോക്കിനെ കുറിച്ചാണ്. നമ്മുടെ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ അവസാനത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതാണ്. നമ്മൾ ഇന്നലെ 4 വീടുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. അവസാനത്തെ വീട്, അവിടുത്തെ പിന്നെ മടക്കല്ല, അവിടെ സ്ഥിരവാസമാണ്. അത് പറഞ്ഞോടത്തൊക്കെ പറഞ്ഞത് ഖാലിദീന ഫീഹ, ഖാലിദീന ഫീഹ. നമ്മളത് ചിന്തിക്കണം. അതാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. അതിന് പകരം നമ്മൾ ദുനിയാവുമായി വല്ലാത്ത കണക്റ്റഡായി മാറിയിട്ടുണ്ട്. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദുനിയാവ് വേണം, ഒരു സംശയമില്ല. ഒരു ചെറുപ്പക്കാരൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്നു. നല്ല മനുഷ്യനാണ്, ഈ നോമ്പിന് എത്തിക്കാതിരുന്ന മനുഷ്യനാണ്, ഒരു യുവാവ്. അദ്ദേഹം പറയുന്നു, ഉസ്താദേ വല്ലാത്ത പ്രശ്നം. എന്താ പ്രശ്നം? ഖുർആൻ ഇങ്ങനെ മറിക്കുമ്പോൾ അവളെ ചിത്രമാണ് വരുന്നത്. നിസ്കരിക്കുമ്പോൾ അവളെ ചിത്രം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവളെ ചിത്രം. ആരാ അവള് ഞങ്ങളോട് പറയണ്ടല്ലോ. അത് ഹറാമായ അവളാകട്ടെ ഹലാലായ അവളാകട്ടെ, ഇനി അവനായാലും ശരി, ഇത് നമുക്ക് പറ്റൂല. അത് നമുക്ക് പറ്റൂല. നമ്മുടെ ഖൽബ് തഅല്ലുഖാകേണ്ടത് ദുനിയാവിലുള്ള ഏതെങ്കിലും സുഖത്തിൻ്റെ പിറകിലല്ല. അത് വ്യക്തിയായാലും സൗകര്യമായാലും ജോലിയായാലും സമ്പത്തായാലും ബിസിനസ്സായാലും ഒന്നും. നമ്മുടെ തഅല്ലുഖ് എവിടെയായിരിക്കണം? അള്ളാഹുമായിട്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായിട്ടായിരിക്കണം. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. നമ്മുടെ തഅല്ലുഖ് അങ്ങനെയായിരിക്കണം. ആ തഅല്ലുഖാണ് യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കുന്നത്. നിർത്തണ്ടേ? നമുക്ക് നാളെയും കൂടി ഉണ്ട്, ബാക്കി നാളെ പറയാൻ സാധിക്കും. അതറിയില്ല എനിക്ക്. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്താ വെച്ചാൽ വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞ സംഗതി. നമ്മളെ ഈ ദുനിയാവിൽ വന്നിട്ടുള്ളത് പോകാനാണ്. എന്തിനല്ല? ഇവിടെ കൂടാനല്ല, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം. ദുനിയാവിലെ സന്തോഷം, ദുനിയാവിലെ ദുഃഖം, ഇതൊന്നും നമ്മളെ ബാധിക്കരുത്. സന്തോഷമുണ്ട്, അതെന്തിനാ? ശുക്രിന്. ദുഃഖമുണ്ട്, അതെന്തിനാ? സബർ.